ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2016 അദ്ദേഹം മുഖ്യമന്ത്രി പദം സ്വീകരിക്കുമ്പോൾ അഭിജിത് ബാനർജി നൊബേൽ പ്രൈസ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആഹ്വാനങ്ങളൊന്നും നമ്മുടെ മുൻപിലുമില്ല. പക്ഷെ അന്ന് തന്നെ ആ ആഹ്വാനങ്ങളൊന്നും കൂടാതെ തന്നെ സ്വമേധയ മുഖ്യമന്ത്രി പറഞ്ഞതാണ് എഫിഷ്യൻസിയെ പ്രൊമോട്ട് ചെയ്യുമെന്ന്. അപ്പോൾ ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ളവർ താണു തന്നെ കിടക്കണം, എഫിഷ്യൻ്റ് ആയിട്ടുള്ളവർ മുകളിലോട്ട് പോകും, അവർക്ക് ഇൻക്രിമെൻറ്റ് കിട്ടുന്നു. അപ്പോൾ അവിടെ ശമ്പള പരിഷ്കരണമല്ല വേണ്ടത്, എഫിഷ്യൻസിയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള ഉയർന്ന ശമ്പളം കൊടുക്കലാണ് വേണ്ടത്, നടപ്പാക്കേണ്ടത്. അതല്ലാതെ എല്ലാവർക്കും ശമ്പള പരിഷ്കരണത്തിലൂടെ കിട്ടുമെന്ന് പറഞ്ഞാൽ ഓഫീസിൽ ചെന്നിട്ട്, പണ്ട് പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ്, ഓഫീസിൽ ചെന്നിട്ട് വേണം ഒന്ന് വിശ്രമിക്കാനെന്ന് ഒരു ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ പറയുന്ന ഉദ്യോഗസ്ഥകളും ധാരാളം പേര് കാണും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദുരന്തം ആണ് നമ്മുടെ സെക്രട്ടേറിയറ്റിലും അതുപോലെ നമ്മുടെ എല്ലാ അതായത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റും ഗവൺമെൻറ് തന്നെയാണ്. ആ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണെങ്കിലും ഇത് തന്നെയാണ് നടമാടുന്നത്. എഫിഷ്യൻസിക്ക് മാർക്കിടണം, എഫിഷ്യൻസിക്ക് മാർക്കിടുകയും അതിൻ്റെ പേരിൽ ഇൻക്രിമെൻറ്റ് കൊടുക്കുകയും ചെയ്യണം, അതിൻ്റെ പേരിൽ പ്രൊമോഷൻ കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ ദ ടോട്ടൽ സിസ്റ്റം മാറും, എഫിഷ്യൻ്റായിട്ട് മാറും. അതാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഈ ശമ്പള പരിഷ്കരണത്തെ പറ്റിയുള്ള മുറവിളി കേട്ടു തുടങ്ങിയപ്പോൾ തന്നെ ഒരു ഇതിനെപ്പറ്റിയൊക്കെ വളരെ വിമർശനാത്മകമായി കാണുന്ന ഒരു അഡ്വക്കേറ്റ് കോലഞ്ചേരിയിൽ നിന്ന് ജോർജ് കുരുവിള, എന്നെ പലരും വിളിക്കാറുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അപ്പോൾ ഈ ജോർജ് കുരുവിള പറയുമായിരുന്നു, എന്തിനാ നിങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കുന്നത്, പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലല്ലോ. ഇപ്പോൾ വീണ്ടും ശമ്പള പരിഷ്കരണം വരാൻ പോവുകയാണ്. കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിൻ്റെ കുടിശ്ശിക കൊടുത്തു തീർത്തിട്ടില്ല, പാവപ്പെട്ടവർക്ക് ഒരു പെൻഷൻ കൊടുക്കുന്നില്ല, മെഡിക്കൽ കോളേജ് വെറുതെ കിടക്കുന്നു, അവിടെ യാതൊരു തരത്തിലുള്ള ശസ്ത്രക്രിയയോ ഒന്നും നടക്കുന്നില്ല. മെഡിക്കൽ കോളേജ് എന്നുള്ള ലേബൽ മാത്രം വെച്ചിട്ട് മെഡിക്കൽ കോളേജ് സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു. അങ്ങനെ ഒരു 100 കാര്യങ്ങൾ പറഞ്ഞാണ് ജോർജ് കുരുവിള എന്നെ ശകാരിക്കുകയായിരുന്നു. അപ്പോൾ എന്നെ ശകാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് യാതൊരു സ്വാധീനവും ഭരണത്തിലോ അല്ലെങ്കിൽ അങ്ങനെ യാതൊന്നിലും ഇല്ല, പിന്നെ എന്തിനാണ് എന്നോട് താങ്കൾ ഇതൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ, മാഡം നിങ്ങളൊക്കെ ഒന്ന് പറയുക, ഈ ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കലാക്കുകയോ അല്ലെങ്കിൽ ഈ രീതി മാറ്റുകയോ ഒക്കെ ചെയ്യാൻ ഒന്ന് ആവശ്യപ്പെടുക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സമക്ഷം ആ റിക്വസ്റ്റ്, ജോർജ് കുരുവിളയുടെ റിക്വസ്റ്റ് എൻ്റെ അഭിപ്രായങ്ങളോട് ചേർത്ത് സമർപ്പിക്കുകയാണ്. കാരണം ഇപ്പോൾ അതായത് കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിൻ്റെ കുടിശ്ശിക പോലും കൊടുത്തു തീർക്കാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ ശമ്പള പരിഷ്കരണം നടത്തുന്നത് ഉചിതമല്ല എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി തീരെ മോശമാണ്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ എഫിഷ്യൻസി തീരെ മോശമാണ് എന്ന് തന്നെയാണ് അവസാനത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAGയുടെ റിപ്പോർട്ട് 2023 CAG മേശപ്പുറത്ത് വെച്ച റിപ്പോർട്ട് നമ്പർ 3 റവന്യൂ സെക്ടറിനെ പറ്റിയുള്ള റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ് താങ്കൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വായിച്ചിട്ടുണ്ടാകും, അദ്ദേഹത്തിൻ്റെ ഓഫീസേഴ്സ് അത് വായിച്ച് പറഞ്ഞിട്ടുണ്ടാകും, എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അതിൽ പറയുന്നത് എന്താണെന്നറിയാമോ? 2022-23 വർഷം, ആ 22-23 വർഷം കഴിഞ്ഞ് 23-24 വർഷവും നമ്മൾ കഴിഞ്ഞിരിക്കുന്നു, ശരിയാണ്. പക്ഷേ 22-23 വർഷത്തിൽ 23 അവസാനിക്കുന്ന വർഷത്തിൽ കുടിശ്ശികയായി വന്നത് തുക എത്രയാണെന്നാണ് CAG ചൂണ്ടിക്കാണിക്കുന്നത്. 28,258.39 കോടി കുടിശ്ശിക പിരിച്ചെടുക്കാനുണ്ട് എന്നാണ് CAG ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇനി അതുമാത്രവുമല്ല, ഈ 28,258.39 കോടി എന്ന് പറയുന്നത് ആകെ ബജറ്റിൽ പ്രതീക്ഷിച്ചിരുന്ന റവന്യൂ വരുമാനത്തിൻ്റെ 24.3% എന്ന് വെച്ചാൽ ഏകദേശം 1/4 വരുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ഇത്രയും കുടിശ്ശിക എങ്ങനെ വന്നു? അതിനും CAG ഉത്തരം പറയുന്നുണ്ട്. തുടർന്ന് നോക്കിയാൽ മതി ആ റിപ്പോർട്ട്. അതായത് വേണ്ട സമയത്ത് ഓഡിറ്റിംഗ്, ഇൻറ്റേർണൽ ഓഡിറ്റിംഗ്, അതായത് സർക്കാർ സർവീസിൻ്റെ ഓരോ വകുപ്പിനെ പറ്റിയും ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് നടത്തി ആ വകുപ്പിന് നൽകിയ പണം കൃത്യമായി ചെലവഴിച്ചിട്ടുണ്ടോ, കാര്യക്ഷമമായി ചെലവഴിച്ചിട്ടുണ്ടോ എന്ന കണക്കുകൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് ഓരോ വകുപ്പിനും നടത്തേണ്ടത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ. അപ്പോൾ ആ ഓഡിറ്റിംഗ് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. വകുപ്പ് മാറ്റി ചെലവഴിക്കൽ അവിടെ സ്ഥിരം തൊഴിലാണ്.
അതുപോലെ തന്നെ കാര്യക്ഷമതയില്ലാതെ ചെലവഴിക്കുന്നു. ഈ വകുപ്പ് മാറ്റൽ എന്നൊക്കെ പറയുമ്പോൾ അത് എന്തു വലിയ കെടുകാര്യസ്ഥതയാണെന്നറിയാമോ? കാരണം അതായത് ഫിനാൻസ് വകുപ്പ് അറിയുന്നു പോലുമില്ല ഓരോ വകുപ്പിനും കൊടുക്കേണ്ട ഫണ്ട് എത്രയാണ്, അധിഷ്ഠിതമായി അതുപോലെ ലഭ്യതയ്ക്കനുസരിച്ച് ഫണ്ട് കൊടുക്കേണ്ടതൊക്കെ ഫിനാൻസ് വകുപ്പ് അറിഞ്ഞാണ്. അപ്പോൾ ഫിനാൻസ് വകുപ്പ് അറിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വകമാറ്റൽ നടക്കില്ല. എങ്ങനെയാണ് വകമാറ്റാൻ സാധിക്കുന്നത്? ഫിനാൻസ് വകുപ്പ് പോലും അറിയാതെ ഏതോ അദൃശ്യ കരങ്ങൾ വകുപ്പുകളുടെ ഫണ്ടിൽ കൈയിടുന്നു. ആ അദൃശ്യ കരങ്ങളാണ് ഈ ഫണ്ട് എങ്ങോട്ട് മാറ്റണം എന്നൊക്കെ തീരുമാനിച്ച് ചെലവഴിക്കുന്നത്. അതുകൊണ്ടാണ് ഫിനാൻസ് വകുപ്പ് പോലും അറിയാതെ വകമാറ്റലും ഇങ്ങനെ ഇന്നെഫിഷ്യൻ്റായിട്ട് കാര്യക്ഷമതയോടുകൂടി അല്ലാതെയുള്ള ഫണ്ട് ചെലവഴിക്കലും ഒക്കെ നടത്തുന്നത്. അതുപോലെ നികുതി കുടിശ്ശിക പിരിച്ചെടുക്കുന്ന കാര്യത്തിൽ കുടിശ്ശികയാകുന്ന എമൗണ്ടിൻ്റെ ആരുടെ അടുത്തു നിന്നാണ് കുടിശ്ശികയാകുന്നത്, ആ കുടിശ്ശികക്കാരനെ നേരെ ഫോളോ അപ്പ് ചെയ്താൽ അയാളെ കൊണ്ട് ആ നികുതി അടപ്പിക്കാൻ ഒക്കും. അതുപോലെ നികുതിയേതര വരുമാനമാണെങ്കിലും ഇപ്പം ക്വാറി മേഖല അല്ലെങ്കിൽ ഏത് മേഖലയിൽ നിന്ന് കിട്ടേണ്ട വരുമാനവും വരുന്നില്ലേ, അവരെ ഫോളോ അപ്പ് ചെയ്യണം. അതിനുള്ള എന്താ പറയുക, അതിനുള്ള കാര്യക്ഷമത ഗവൺമെൻറ് ജീവനക്കാർക്ക് ഇല്ലാത്തത് കൊണ്ടല്ല, ആ കാര്യക്ഷമത കാണിച്ചില്ലെങ്കിലും അത് പിരിച്ചില്ലെങ്കിലും എനിക്കൊരു ചുക്കും വരാനില്ല, എൻ്റെ ശമ്പളം എൻ്റെ പോക്കറ്റിൽ മാസാവസാനം എത്തിച്ചേരും എന്ന യഥാർത്ഥ ധാരണ, മിഥ്യാധാരണയല്ല, അവരുടെ മനസ്സിലുണ്ട്. ആ ധാരണ മിഥ്യാധാരണയായി തീരണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? കാര്യക്ഷമതയ്ക്ക് ഇൻക്രിമെൻ്റ് ഉള്ളൂ എന്ന ഒരു സ്ഥിതിവിശേഷം ഉരുത്തിരിയണം. അങ്ങനെ വന്നാൽ മാത്രമേ ഈ പറയപ്പെട്ടവരൊക്കെ ജോലി ചെയ്യും. അപ്പോൾ ഈ കുടിശ്ശിക എന്ന് പറയുന്നത് ഇല്ലാതെയാകും. ഓരോ കുടിശ്ശികക്കാരെയും ഫോളോ അപ്പ് ചെയ്ത് എത്തേണ്ട തുക ഖജനാവിലെത്തും. ഖജനാവ് എപ്പോഴും നിറഞ്ഞ് തന്നെ നിൽക്കും. അതിന് സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ് കേരളവും മറ്റ് സംസ്ഥാനങ്ങൾ പോലെ തന്നെ. അപ്പോൾ അതിവിടെ നടക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വേറെ ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. ഈ 5 വർഷ ശമ്പള പരിഷ്കരണം എന്തായാലും ഉറപ്പാണ് എങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിന് ജോലി ചെയ്യുന്നു എന്നുള്ള ഒരു ചോദ്യമാണ് അവരെല്ലാവരും അവർ യൂണിയനൈസ് ചെയ്ത അങ്ങനെ തന്നെ ചിന്തിച്ചു പോകുന്നു എന്നാണ്. സാധാരണ രീതിയിൽ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. യൂണിയനുകൾ ഈ ക്ഷേമം മാത്രം, അവനവൻ്റെ ക്ഷേമം, അതായത് തൊഴിലാളികൾക്ക് പണം കിട്ടുന്നത്, അങ്ങനെയുള്ള ക്ഷേമകാര്യങ്ങൾ, അവരുടെ വിശ്രമം, ഇതൊക്കെ അന്വേഷിക്കും. പക്ഷേ കാര്യക്ഷമതയെപ്പറ്റി അവർക്ക് യാതൊരു അന്വേഷണവുമില്ല. അപ്പോൾ യൂണിയനുകളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏതൊരു യൂണിയനും ഒരു വശത്ത് കാര്യക്ഷമത, മറുവശത്ത് ക്ഷേമം, അതായിരിക്കണം യൂണിയൻ്റെ അജണ്ട. ഒരു വശത്ത് കാര്യക്ഷമത, അതായത് കാര്യക്ഷമതയോടുകൂടി തൊഴിൽ ചെയ്യുന്നവർക്ക് മാത്രമാണ് ആനുകൂല്യങ്ങൾ ചോദിക്കുവാനുള്ള അവസരവും അവകാശവും. ആ അവകാശങ്ങൾ, അതായത് ഉത്തരവാദിത്തമില്ലാതെ ഈ പറയപ്പെട്ട അവകാശങ്ങളില്ല. ആ നാണയത്തിൻ്റെ ഒരു വശം ഉത്തരവാദിത്തമാണ്, മറുവശമാണ് അവകാശങ്ങൾ. അപ്പോൾ ഉത്തരവാദിത്തം നിറവേറ്റാത്തവർക്ക് അവകാശങ്ങളില്ല. അങ്ങനെ അവകാശങ്ങൾ കാലാകാലങ്ങളിൽ അനുഭവിച്ച് ഉത്തരവാദിത്തങ്ങൾ ഒന്നും നിറവേറ്റിയില്ലെങ്കിലും ഞങ്ങളുടെ ശമ്പളം ഞങ്ങളുടെ പോക്കറ്റിൽ വരും, അത് എല്ലാ 5 വർഷം കൂടുമ്പോഴേക്കും ഞങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ശമ്പള കമ്മീഷനെ വയ്ക്കും. ശമ്പള കമ്മീഷൻ നീതിയുക്തമായിട്ടല്ല, ഈ യൂണിയനുകൾ ഡിക്റ്റേറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് ശമ്പള വർധനവ് നടത്തുന്നത്. ഓർമ്മയുണ്ടല്ലോ, 1997-98 ശമ്പള പരിഷ്കരണം കേന്ദ്രം കൊണ്ടുവന്നത് 5th പേ റിവിഷൻ കേന്ദ്രത്തിൻ്റെ. ആ 5ാം ശമ്പള കമ്മീഷനിൽ എത്രയായിരുന്നു വർധനവ്? 40% മുതൽ 60% വരെയാണ് ഒറ്റയടിക്ക് വർധനവ് കൊണ്ടുവന്നത്. ആ വർധനവോടുകൂടി ശമ്പള പരിഷ്കരണം കേന്ദ്രം നടപ്പാക്കി. അതേ തുടർന്ന് സംസ്ഥാനങ്ങളെല്ലാം അതേ ശമ്പള പരിഷ്കരണം നടപ്പാക്കി, കേരളം അടക്കം. അവസാനം എന്ത് സംഭവിച്ചു? 2002-2003 ഒക്കെ ആയപ്പോഴത്തേക്കും എല്ലാ സംസ്ഥാനങ്ങളും ഈ പറയപ്പെട്ടതുപോലെ ഫിസ്ക്കൽ ക്രൈസിസിലേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പം എന്തുകൊണ്ടാണ് ഈ ശമ്പള പരിഷ്കരണം എല്ലാ 5 വർഷവും എന്നുള്ളത് എഫിഷ്യൻസിക്ക് അനുസരിച്ച് ഇൻക്രിമെൻ്റ്, പ്രൊമോഷൻ ഈ തരത്തിലാക്കി മാറ്റണം. അമേരിക്കയിലും സ്കാൻഡിനേവിയൻ കൺട്രീസിലും ഒക്കെ തുടരുന്നത് പോലെയുള്ള ആ നോം അനുസരിച്ച് എന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് അങ്ങനെ തന്നെ വേണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ടല്ല. നമ്മുടെ സമ്പദ്ഘടന, സംസ്ഥാനം ഇപ്പോൾ വലിയ ഫിസ്ക്കൽ ക്രൈസിസിലാണ്, എല്ലാവർക്കും അറിയാം.
അതുകൊണ്ടാണ് ഈ പറയപ്പെട്ട സമസ്ത മേഖലകളിലും വലിയ പ്രതിസന്ധി ഉരുണ്ടുകൂടിയിരിക്കുകയാണ്. പ്രതിസന്ധി ഉരുണ്ടുകൂടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 60+ പോപ്പുലേഷനാണ്. 60 കഴിഞ്ഞവർക്ക് കൊടുക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനാണ് 6 മാസം കുടിശ്ശിക. അവർക്ക് അത് പച്ചക്കറി വില നമുക്കറിയാം അങ്ങേയറ്റം ഉയർന്നു നിൽക്കുകയാണ്. അങ്ങനെ ഭക്ഷ്യവില, പച്ചക്കറി വിലയല്ല ഭക്ഷ്യവില, അതിൻ്റെ കൂടെ പച്ചക്കറി ഉൾപ്പെടും. അപ്പോൾ അങ്ങനെ വില ഉയർന്നു നിൽക്കുന്നു. അവർക്ക് ഈ അരി റേഷൻ കടയിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടും, ശരിയാണ്. പക്ഷേ അരി മാത്രമേ അവിടെ കിട്ടുന്നുള്ളൂ. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവർ പുറത്തുനിന്ന് വാങ്ങണം, അവരുടെ മരുന്ന് വാങ്ങണം, എല്ലാമുണ്ട്. അപ്പോൾ ഈ 60 കഴിഞ്ഞ വ്യക്തികൾക്ക് അവർ ഒക്കെ ഇതൊക്കെ വാങ്ങിച്ച് ഒരു സാധാരണ പൗരനെ പോലെ ജീവിക്കാൻ കഴിയണമെങ്കിൽ ആ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എങ്കിലും കിട്ടിയേ തീരൂ. അത് കിട്ടാൻ പറ്റാത്ത ഒരവസ്ഥ. അതുപോലെ തന്നെയാണ് മിസ്റ്റർ ജോർജ് കുരുവിള എന്നോട് പറഞ്ഞതുപോലെ നമ്മുടെ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ നോക്ക്. അതായത് പാവപ്പെട്ട രോഗികൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് എന്താ പറയുക, കാരുണ്യ ആരോഗ്യ പദ്ധതി കൊണ്ടുവന്നത്. കാരുണ്യ ബെനവളൻ സ്കീം എന്നും പറഞ്ഞ് 2012 മാണി സാറ് ധനമന്ത്രിയായിരിക്കുന്ന സമയത്ത് കൊണ്ടുവന്ന ആ സ്കീമാണ്. ആ സ്കീം അനുസരിച്ച് 5 തരം രോഗികൾക്ക് കൊടുക്കാനാണ് കാരുണ്യ ആരോഗ്യ പദ്ധതിയായിട്ട് അത് പിന്നെ LDF ഗവൺമെൻറ് 2016 മാറ്റിയത്. അപ്പോൾ ഈ 5 തരം രോഗികൾക്ക് അത് സ്വകാര്യ ആശുപത്രികൾ ഇതുമായിട്ട് സഹകരിച്ചവർക്ക് 1721 കോടി രൂപയാണ് കുടിശ്ശിക കൊടുക്കാനുള്ളത്. അങ്ങനെ കുടിശ്ശിക കൊടുക്കാനുള്ളതുകൊണ്ട് ആ ആശുപത്രികളൊക്കെ പിന്മാറിയിരിക്കുന്നു. അപ്പോൾ ഈ പാവപ്പെട്ട രോഗികൾ മെഡിക്കൽ കോളേജിൽ ചെന്നാൽ അവിടെ ഒന്നുമില്ല. അവിടുത്തെ മെഡിക്കൽ സ്റ്റോറിൽ പോലും മരുന്ന് പൈസ കൊടുത്താൽ പോലും കിട്ടാത്ത അവസ്ഥയാണ്. കാരണം മെഡിക്കൽ സ്റ്റോറിലേക്ക് മരുന്ന് സപ്ലൈ ചെയ്യുന്നവർക്ക് കുടിശ്ശിക കണ്ടമാനം കിടക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ സപ്ലൈകോയുടെ അവസ്ഥ എന്താണെന്ന്. നമുക്കറിയാം ഉച്ചകഞ്ഞി കൊടുക്കാൻ, കുട്ടികൾക്ക് ഉച്ചകഞ്ഞി കൊടുക്കണമെങ്കിൽ പ്രഥമാധ്യാപകരുടെ പോക്കറ്റിൽ നിന്ന് പണം എടുക്കണം. ഈ തരത്തിൽ, അതായത് ട്രൈബൽ ഫണ്ട് വകമാറ്റുന്നതല്ല, മോഷ്ടിക്കുന്ന ഉദ്യോഗസ്ഥർ ഒരു വശത്ത്, കള്ള ഒപ്പിട്ടൊക്കെ വാങ്ങി മോഷ്ടിക്കുന്ന ഉദ്യോഗസ്ഥർ ഒരു വശത്ത്, മറുവശത്ത് അവരുടെ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് പോലും മുടങ്ങിയതുകൊണ്ട് ക്ലാസ്സിൽ പോകാൻ നിവൃത്തിയില്ലാതിരിക്കുന്നു കുട്ടികൾ. അങ്ങനെ ഞാൻ എണ്ണി പറഞ്ഞാൽ, അതായത് സമസ്ത മേഖലകളും സ്തംഭനത്തിലായിരിക്കുന്ന ഒരവസ്ഥ. കോവിഡ് കാലത്ത് കോവിഡ് മൂലം സ്തംഭനത്തിലായി, ഇപ്പോൾ ധനപ്രതിസന്ധി മൂലം സ്തംഭനത്തിലായിരിക്കുന്ന ഒരവസ്ഥ. ഈ അവസരത്തിലും ഞങ്ങളുടെ ശമ്പളം പരിഷ്കരിക്കണമെന്ന് പറയാനുള്ള ഉളുപ്പ് യൂണിയനുകൾ കാണിക്കുന്നു എന്നുള്ളത് തന്നെ, അതായത് ഞാനും അതിൻ്റെ ഒരു ഗുണഭോക്താവാകുന്നു. ശമ്പള പരിഷ്കരണം വന്നാൽ പെൻഷൻ പരിഷ്കരണം വരുമെന്നുള്ളതുകൊണ്ട്. പക്ഷേ എനിക്ക് അത് പറയാൻ പറ്റില്ല, ചോദിക്കാൻ പറ്റില്ല. ഞാൻ പറയുകയാണ്, ശക്തിയുക്തം വാദിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ആർഗ്യുമെൻറ്റുമായി ഞങ്ങളുടെ ശമ്പള പരിഷ്കരണം എന്ന് പറഞ്ഞ് മുൻപോട്ട് ചെല്ലുന്നത് തന്നെ ലജ്ജാകരമാണ്.